RSS, VHP, ബജ്രംഗ് ദൾ എന്നീ സംഘടനകളെ ഉടൻ തന്നെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കണം. RSS മേധാവി മോഹൻ ഭാഗവത് അടക്കമുള്ള ഉന്നത നേതാക്കളെ അറസ്റ്റ് ചെയ്ത് സമഗ്രമായ അന്വേഷണം നടത്തണം. ഇത് പറയുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവോ രാഷ്ട്രീയ എതിരാളിയോ അല്ല. 2 പതിറ്റാണ്ടിലേറെ കാലം സംഘപരിവാറിന്റെ ഉള്ളറകളിൽ സജീവമായി പ്രവർത്തിക്കുകയും ബോംബ് നിർമ്മാണത്തിലും ആയുധ ഉപയോഗത്തിലും നേരിട്ട് പരിശീലനം നേടുകയും ചെയ്ത ഒരു മുൻ RSS പ്രചാരക് തന്നെയാണ് ഈ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. യശ്വന്ത് ഷിൻഡെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ മുൻ പ്രചാരക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെയ്ക്കും അയച്ച കത്താണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുന്നത്. 1990 മുതൽ RSSന്റെ മുഴുവൻ സമയ പ്രചാരകനായിരുന്ന ഒരാൾ താൻ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ തുറന്നെഴുതുമ്പോൾ അതിന് പിന്നിലെ വസ്തുതകൾ നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ കത്തിൽ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന അതിഗുരുതരമായ ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. യശ്വന്ത് ഷിൻഡെ തന്റെ കത്തിൽ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്താണെന്ന് വെച്ചാൽ 2014 നരേന്ദ്രമോദിയെ കേന്ദ്രത്തിൽ അധികാരത്തിലേറ്റാൻ വേണ്ടി രാജ്യത്തുടനീളം നൂറുകണക്കിന് ബോംബ് സ്ഫോടനങ്ങൾ നടത്താൻ സംഘപരിവാർ ഒരു കൂറ്റൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു എന്നതാണ്. രാജ്യത്തുടനീളം ഭയവും അവിശ്വാസവും വളർത്തുക, നിരന്തരമായ സ്ഫോടനങ്ങളിലൂടെ പൊതുജനങ്ങളെ ഭീതിയുടെ നിഴലിലാക്കുക, അതിനുശേഷം വർഗീയ ധ്രുവീകരണത്തിലൂടെ വോട്ട് പെട്ടിയിലാക്കി വിജയം ഉറപ്പാക്കുക. ഇതായിരുന്നു അന്ന് BJPയും സംഘപരിവാറും ആസൂത്രണം ചെയ്ത പ്രധാന തന്ത്രം എന്നാണ് ഷിൻഡെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഈ ഭീകരമായ ആസൂത്രണം മുഴുവനായി നടപ്പിലാക്കാൻ സാധിക്കാതെ പോയത് തന്റെ നേരിട്ടുള്ള ഇടപെടൽ കൊണ്ടാണെന്നും ഷിൻഡെ അവകാശപ്പെടുന്നുണ്ട്. ബോംബ് നിർമ്മാണ ക്യാമ്പിൽ പങ്കെടുത്ത ചില പ്രവർത്തകരെ ഈ വിനാശകരമായ നീക്കത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പദ്ധതിയുടെ ചില പ്രാഥമിക ഘട്ടങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു എന്നത് വിറങ്ങലിപ്പിക്കുന്ന ഒരു ചരിത്ര സത്യമാണ്. RSSന്റെ ഉള്ളറകളെ കുറിച്ച് ഷിൻഡെ പറയുന്നത് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. 2003 പൂനെയിലെ സിൻഹാഗഡ് കോട്ടയ്ക്ക് സമീപം വെച്ചാണ് ഷിൻഡെക്ക് ആദ്യമായി ബോംബ് നിർമ്മാണത്തിൽ പരിശീലനം ലഭിക്കുന്നത്. VHP അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി മിലിംഗ് പരാന്തയുടെ നേതൃത്വത്തിലാണ് ഈ വിനാശകരമായ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. താൻ ഉൾപ്പെടെ 20ഓളം തെരഞ്ഞെടുക്കപ്പെട്ട RSS പ്രവർത്തകർക്ക് അവിടെ വെച്ച് ബോംബ് നിർമ്മാണത്തിൽ പ്രത്യേക പരിശീലനം നൽകുകയുണ്ടായി. വെറുമൊരു ബോംബുണ്ടാക്കൽ മാത്രമല്ല അവിടെ നടന്നത്. ഇന്ത്യൻ സൈന്യത്തിൽ നിന്നുള്ള ആധുനിക ആയുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലനം നൽകുകയും കാട്ടിൽ വെച്ച് പരിശീലനാർത്ഥം ബോംബ് സ്ഫോടനങ്ങൾ നടത്തുകയും ചെയ്തു എന്ന് ഷിൻഡെ കത്തിൽ തുറന്നെഴുതിയിട്ടുണ്ട്. ഇതിനുശേഷം 2003, 2004 കാലഘട്ടങ്ങളിൽ മഹാരാഷ്ട്രയിലെ ജൽന, പർബാനി, പൂർണ എന്നിവിടങ്ങളിലെ പള്ളികളിൽ തന്റെ സഹപരിശീലകർ നേരിട്ട് സ്ഫോടനങ്ങൾ നടത്തിയതായും അയൽരാജ്യമായ പാകിസ്ഥാനിൽ പോലും രഹസ്യ ഓപ്പറേഷനുകൾ നടത്താൻ ഇവർക്ക് പരിശീലനം ലഭിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ രഹസ്യങ്ങൾ എങ്ങനെയാണ് പുറത്തു വന്നത് എന്ന് ചോദിച്ചാൽ 2006 ഏപ്രിലിൽ നാന്ദേഡിൽ ഒരു RSS പ്രവർത്തകന്റെ വീട്ടിൽ വെച്ച് ബോംബ് നിർമ്മിക്കുന്നതിനിടെ അബദ്ധത്തിൽ ഒരു വലിയ സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനത്തിൽ 2 പേർ സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. ഔറംഗാബാദിലെ പ്രശസ്തമായ ഒരു പള്ളി തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോംബ് നിർമ്മാണമായിരുന്നു അതെന്ന് പിന്നീട് CBI അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ കേസിൽ സത്യസന്ധമായ സാക്ഷിയാവാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് 2022 ഓഗസ്റ്റിൽ പ്രത്യേക CBI കോടതിയിൽ യശ്വന്ത് ഷിൻഡെ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു. എന്നാൽ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരുമെന്ന ഘട്ടം വന്നപ്പോൾ ഈ ഹർജി ആദ്യം പരിഗണിച്ച ജഡ്ജി AR ദമീഷയെ പെട്ടെന്ന് അവിടുന്ന് സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത്. തുടർന്ന് വന്ന പുതിയ ജഡ്ജി ഷിൻഡെ സമർപ്പിച്ച ഹർജി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ഒടുവിൽ 2025 ജനുവരി 4 നാന്ദേഡ് കോടതി ഈ കേസിലെ പ്രതികളായ 9 സംഘപരിവാർ പ്രവർത്തകരെയും വെറുതെ വിടുകയും ചെയ്തു. ഈ കേസിൽ പ്രതികളെ വെറുതെ വിട്ടപ്പോൾ ഇത് കോൺഗ്രസിന്റെ മുഖത്തേറ്റ അടിയാണ് എന്നാണ് VHP ഇതിനെ വിശേഷിപ്പിച്ചത്. ഇതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. RSSന്റെ ഏറ്റവും ഉന്നത നേതാക്കൾക്ക് നേരെയാണ് ഷിൻഡെ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്.
2000ങ്ങളുടെ തുടക്കത്തിൽ രാജ്യത്തുണ്ടായ നിരന്തരമായ സ്ഫോടന പരമ്പരകളിൽ RSS മേധാവി മോഹൻ ഭാഗവത്, മുതിർന്ന നേതാവ് ഇന്ദ്രേഷ് കുമാർ, VHP ജനറൽ സെക്രട്ടറി മിലിന്ദ് പരാന്തെ എന്നിവർക്ക് കൃത്യമായ പങ്കുണ്ട്. അതിനാൽ ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്ത് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ഷിൻഡെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അജ്മീർ ഷെരീഫ് ഗർദ സ്ഫോടനക്കേസിലെ ഇന്ദ്രേഷ് കുമാർ 2008-ലെ മാലേഗാവ് സ്ഫോടനക്കേസിൽ വിചാരണ നേരിടുകയും പിന്നീട് കോടതി വെറുതെ വിടുകയും ചെയ്ത കേണൽ പ്രസാദ് പുരോഹിത്, മുൻ BJP MP പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്നിവർക്കെതിരെയും ഗുരുതരമായ കാര്യങ്ങളാണ് കത്തിലുള്ളത്. ഏറ്റവും വിചിത്രമായ വിഷയം, കോടതികൾ പലരെയും വെറുതെ വിട്ടെങ്കിലും കഴിഞ്ഞ 4 വർഷമായി ഷിൻഡെ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് RSSO VHPയോ കൃത്യമായ ഒരു മറുപടി പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് കേവലം സ്ഫോടനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. 1998-ലെ പോക്രാൻ അണുപരീക്ഷണം, കാർഗിൽ യുദ്ധം, 2002-ലെ ഗുജറാത്ത് വംശഹത്യ, 2019-ലെ പുൽവാമ ആക്രമണം, കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ എന്നിവയൊക്കെ BJP RSS നേതാക്കൾക്ക് വലിയ രാഷ്ട്രീയ താല്പര്യങ്ങളും പങ്കുമുണ്ടെന്ന അതിഗുരുതരമായ ആരോപണവും ഷിൻഡെയുടെ കത്തിലുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷിൻഡെ ഹിന്ദുമതത്തിനെതിരല്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ ഹിന്ദുമതം മഹത്തരമാണ്. യഥാർത്ഥ ഹിന്ദുക്കൾക്ക് ഭീകരതയുമായി ഒത്തുപോകാൻ സാധിക്കില്ല. എന്നാൽ VHPയും RSSും ബജ്രംഗ് ദളും BJPയുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നിരപരാധികളായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഒരുപോലെ കൊന്നൊടുക്കുകയാണ്. താൻ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്ത ഈ പച്ചയായ സത്യങ്ങൾ കോടതികൾ തള്ളിക്കളഞ്ഞപ്പോഴാണ് ഒരു അവസാന ശ്രമമെന്ന നിലയിൽ അദ്ദേഹം കേന്ദ്ര സംസ്ഥാന ആഭ്യന്തര മന്ത്രിമാർക്ക് ഈ കത്തയച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെയും ജനാധിപത്യത്തെയും ബാധിക്കുന്ന ഈ വെളിപ്പെടുത്തലിനെ നമ്മുടെ ഭരണകൂടവും നിയമവ്യവസ്ഥയും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. 2 പതിറ്റാണ്ടിലേറെ RSSന്റെ ഉള്ളറകളിൽ പ്രവർത്തിച്ച ഒരു മുൻ പ്രചാരക തന്നെ ഉന്നയിച്ച ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.